ഹലോ, ഞാൻ ഡോക്ടർ ക്ഷേമ. ഇന്നത്തെ വീഡിയോയിൽ കുഞ്ഞുങ്ങളുമായി യാത്ര ചെയ്യുമ്പോൾ ഈസിയായും ഹെൽത്തിയായും നൽകാവുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയെന്നാണ് പറയുന്നത്. കുഞ്ഞുങ്ങളുമായി യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കരുതേണ്ടതെന്നത് എല്ലാ പേരൻസിൻ്റെയും ആശങ്കയാണ്. ഹോം മെയ്ഡ് ഫുഡ്സ് ആണോ അതോ സെർലാക്ക് പോലെയുള്ള ഇൻസ്റ്റന്റ് ഫുഡ്സ് ആണോ നല്ലത്? അവ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഓരോ പ്രായത്തിലും എന്തൊക്കെ ഫുഡ്സ് നൽകാം? യാത്ര സുഖകരമാക്കാൻ എന്തൊക്കെ ടിപ്സ് ഫോളോ ചെയ്യാം? എന്നിവയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ കോണ്ടന്റ്. വീഡിയോ മുഴുവനായും കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കുഞ്ഞിനെയും കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഫുഡ് എങ്ങനെ പാക്ക് ചെയ്യാം, എന്തൊക്കെ ശ്രദ്ധിക്കാം എന്നാണ് ആദ്യം പറയുന്നത്. ഒന്നാമത്തേത് ശുചിത്വം. വൃത്തിയായി കൈ കഴുകുക, ഹാൻഡ് സാനിറ്റൈസർ, വൈപ്സ് എന്നിവ കരുതുക. ലീക്ക് പ്രൂഫ് കണ്ടെയ്നേഴ്സ്. ഭക്ഷണം സൂക്ഷിക്കാനായി മികച്ച കണ്ടെയ്നർ ഉപയോഗിക്കുക, അതായത് ഫുഡ് പുറത്തോട്ട് ലീക്ക് ആകാത്ത തരത്തിലുള്ള കണ്ടെയ്നേഴ്സ്. വീട്ടിൽ ഉണ്ടാക്കിയതോ സ്റ്റോർ ബോട്ടോ ഇൻസ്റ്റന്റ് ഫുഡ്സോ എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. എന്നാൽ ആരോഗ്യകരമായി ചിന്തിക്കുമ്പോൾ വീട്ടിലുണ്ടാക്കിയ ഫുഡ്സ് തന്നെയാണ് നല്ലത്. ഇൻസ്റ്റന്റ് ഫുഡ്സ് 1-2 ദിവസത്തേക്ക് കരുതാവുന്നതാണ്. എപ്പോഴും പ്രിസർവേറ്റീവ്സ് ഇല്ലാതെ നോക്കി തിരഞ്ഞെടുക്കുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുഞ്ഞുങ്ങൾക്ക് കുടിക്കാനും ഭക്ഷണം തയ്യാറാക്കാനുമായി ഉപയോഗിക്കുക. ഇനി കുഞ്ഞുങ്ങൾക്ക് ഹോം മെയ്ഡ് ഫുഡ്സ് എടുക്കുന്ന സമയത്ത് എപ്പോഴും അത് ചീത്തയായി വെക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. പാക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഹോം മെയ്ഡ് ഫുഡ്സ് 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ കേടായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. എന്നാൽ ഈ സാഹചര്യത്തിൽ നമുക്ക് കുറുക്ക് ഉണ്ടാക്കാൻ ധാന്യങ്ങൾ അഥവാ അരി, റാഗി പോലുള്ളവ പൊടിച്ച് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കാവുന്നതാണ്. മഖാന, അവില്, പൊരി ഇതൊക്കെ പെട്ടെന്ന് ദഹിക്കുന്നതും എന്നാൽ പാകം ചെയ്യാൻ എളുപ്പമുള്ളതുമാണ്. ഇവയ്ക്കൊക്കെ കുക്കിംഗ് ടൈമും കുറവാണ്. പോകുമ്പോൾ കുക്കർ, സ്റ്റീമർ എന്നിവ കരുതാൻ കഴിയുമെങ്കിൽ ക്യാരറ്റ്, പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ ഇവയൊക്കെ വേവിച്ച് ഉടച്ച് കുഞ്ഞുങ്ങൾക്ക് നൽകാവുന്നതാണ്. പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ ഇവയൊക്കെ ദഹിക്കാവുന്നതും എന്നാൽ കാലറി കൂടുതലുള്ളവയുമാണ്. സ്റ്റീമിങ്ങിനോ കുക്കിങ്ങിനോ ചെയ്യാനൊന്നും സൗകര്യമില്ല എങ്കിൽ കഴിയുമെങ്കിൽ തൊലി കളഞ്ഞ് വൃത്തിയായി അരിയുകയോ ഗ്രേറ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. എന്തൊക്കെ ഫുഡ്സ് ആണ് കൊണ്ടുപോകാൻ കഴിയുക എന്ന് നോക്കാം. ഇത് സെറിയൽസ്, പഴങ്ങൾ, പച്ചക്കറി എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സെറിയൽസ്: റാഗി, കണ്ണങ്കായ, ഓട്സ്, ഗോതമ്പ് ഇവയൊക്കെ പൊടി രൂപത്തിൽ കുക്ക് ചെയ്ത് നൽകാം. നേരത്തെ കുക്ക് ചെയ്താണ് കൊണ്ടുപോകുന്നതെങ്കിൽ സ്പൂൺ ഫീഡറിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദീർഘമായ യാത്രകളാണെങ്കിൽ വാക്വം പോലെ ചൂട് നിൽക്കുന്ന പാത്രങ്ങൾ ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ മുൻപ് പറഞ്ഞ പോലെ അവലോ, മക്കാന, പൊരി പോലുള്ള തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ട് കുറുക്കാക്കി നൽകാവുന്നതാണ്. ഇത് ഇൻസ്റ്റന്റ് ഹോം മെയ്ഡ് ഫുഡായിട്ട് കണക്കാക്കാം. ഇനിയും പഴവർഗ്ഗങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. 6 മാസം മുതൽക്ക് കുഞ്ഞുങ്ങൾക്ക് പ്യൂരിയായും 8 മാസം മുതൽ ഫിംഗർ ഫുഡ്സായും നൽകാം. ഒന്നാമത്തേത് പഴമാണ്. മാഷ്ഡ് ആയിട്ട് നൽകാം. പപ്പായ, ആപ്പിൾ, സ്ട്രോബെറി, അവക്കാഡോ, ചിക്കു, മാംഗോ, പ്ലം എല്ലാ ഫ്രൂട്ട്സും നൽകാവുന്നതാണ്. എന്നാൽ ആവശ്യമനുസരിച്ച് കിട്ടുന്നതനുസരിച്ച് മാത്രം നൽകുക. അവക്കാഡോ, ചിക്കു പോലുള്ളവ എപ്പോഴും കിട്ടാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ സീസണൽ ഫ്രൂട്ട്സ് കിട്ടുന്നതനുസരിച്ച് കൊടുക്കാവുന്നതുമാണ്. അടുത്തതായിട്ട് വെജിറ്റബിൾസ് അല്ലെങ്കിൽ പച്ചക്കറികൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യത്തേത് ക്യാരറ്റ്. ഗ്രേറ്റ് ചെയ്തോ കുക്കറിൽ ഉടച്ചോ ഒക്കെ നൽകാം. എപ്പോഴും ഫ്രഷ് ആയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. 6 മാസം കുഞ്ഞുങ്ങൾക്ക് പ്യൂരിയുടെ ഫോമിലാണ് നൽകേണ്ടത്. കിഴങ്ങ് അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ ഇവ 8 മുതൽ 10 മാസം ഉള്ള കുഞ്ഞുങ്ങൾക്ക് നെയ്യിലോ എണ്ണയിലോ ഒക്കെ പൊരിച്ച് ഫിംഗർ ഫുഡ്സ് ആയിട്ട് നൽകാവുന്നതാണ്. കുക്കുംബർ സ്ലൈസ് ചെയ്ത് നൽകാം. ബ്രൊക്കോളി, പംകിൻ, ബീറ്റ്റൂട്ട്, ഗ്രീൻ പീസ് ഇവയൊക്കെ വേവിച്ച് ഉടച്ച് നൽകാം. വെജിറ്റബിൾസ് എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് പൾസസ്. ചോറും പയറും വേവിച്ചുടച്ച് കുഞ്ഞിന് നൽകാവുന്നതാണ്. പയറുവർഗ്ഗങ്ങൾ തന്നെ വറുത്ത് പൊടിച്ച് മറ്റുള്ള ധാന്യങ്ങളോട് കൂടി മിക്സ് ചെയ്ത് നൽകാം. 6 മാസം കുഞ്ഞുങ്ങൾക്ക് ചിക്പി അല്ലെങ്കിൽ കടല വേവിച്ച് പ്യൂരിയാക്കി കൊടുക്കാം. 8 മാസം മുതൽ 12 മാസം വരെ ഇവ കടല അല്ലെങ്കിൽ റാഗിയൊക്കെ നെയ്യിൽ റോസ്റ്റ് ചെയ്ത് പ്രോട്ടീൻ ബാറായിട്ട് എടുക്കാവുന്നതാണ്. റാഗി കുക്കീസോ ബിസ്ക്കറ്റോ ഹോം മെയ്ഡ് ആയിട്ടും എടുക്കാം. വീട്ടിലുണ്ടാക്കിയ പൊട്ടറ്റോ ഫ്രൈയും നൽകാം. അതുപോലെ തന്നെ റവ പുഡിങ്, ഓട്സ് കിച്ചടി ഇവയൊക്കെ എടുക്കാവുന്നതാണ്. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇവയൊക്കെ കിട്ടുന്നതനുസരിച്ച് മിക്സ് ആക്കി നൽകാം. യോഗട്ട് കയ്യിൽ കരുതാവുന്നതാണ്. പ്രോട്ടീൻ റിച്ചും ദഹിക്കാൻ എളുപ്പവുമാണ്. പാൻകേക്ക് കുഞ്ഞുങ്ങൾക്ക് നൽകാം. കോക്കനട്ട് വീറ്റ് പാൻകേക്ക്, റാഗി സ്ട്രോബെറി, റാഗി ബനാന പാൻകേക്ക് ഇവയൊക്കെ എടുക്കാവുന്നതാണ്. ബ്രെഡ്, വെജിറ്റബിൾ സാൻഡ്വിച്ച് രൂപത്തിൽ എടുക്കാം. 1 വയസ്സിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് ഫാമിലി പോട്ട് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ്, അതായത് ഇഡലി, ദോശ, ചപ്പാത്തി ഇവയൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ നൽകാം. ഫ്രഞ്ച് ഫ്രൈസ്, മയണൈസ് ഇവയൊക്കെ ഒഴിവാക്കുക. ഇവയൊന്നും തന്നെ ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ബേബി ഫുഡ്സ് 2 ദിവസത്തെ തൽക്കാല ആവശ്യത്തിനായിട്ട് എടുക്കാം. എപ്പോഴും പ്രിസർവേറ്റീവ്സ് കുറവുള്ളത് എടുക്കുന്നത് ശ്രദ്ധിക്കുക. മിൽക്ക് ബേസ്ഡ് ആണെങ്കിൽ 1 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് മിൽക്ക് അലർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സെർലാക്ക്, നെസ്റ്റം, സെറിയം ഇങ്ങനെ പല ബ്രാൻഡുകളും അവൈലബിൾ ആണ്. ഇവയെപ്പറ്റി നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ കാണുക. ഭക്ഷണം കൂടുതൽ സമയം ചീത്തയാകാതിരിക്കാൻ ചെറിയ ടിപ്സ് ഫോളോ ചെയ്യാം. ചൂടുള്ള ഭക്ഷണം ഇൻസുലേറ്റഡ് ഫ്ലാസ്ക് ഉപയോഗിച്ച് 4-5 മണിക്കൂർ ചൂടായി സൂക്ഷിക്കുക. ഡ്രൈ ഫുഡ്സ് തന്നെ എയർ ടൈറ്റ് കണ്ടെയ്നറുകളിൽ മാത്രം സൂക്ഷിക്കുക. കുറച്ചധികം സ്പൂണ്, ബിബ്, വെറ്റ് വൈപ്സ് ഇവയൊക്കെ കരുതുക. കുഞ്ഞിന്റെ ഭക്ഷണം ശീലം മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഫുഡുകൾ കരുതുക. പുതിയ ഭക്ഷണങ്ങളോ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഫുഡുകളോ കൊണ്ടുപോകാതെ ഇരിക്കുക. ഈ ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരമാണെന്ന് തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്